വിവാദങ്ങൾക്കൊടുവിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവനിൽ നിന്ന് പടിയിറങ്ങി. രാഷ്ട്രീയ വിവാദങ്ങളൊന്നും ഉണ്ടാക്കാതെ പിണറായി സർക്കാരിന് നല്ലത് ആശംസിച്ചാണ് മടക്കം. താൻ വിവാദങ്ങൾക്കല്ല ശ്രമിച്ചതെന്നും തന്റെ ഉത്തരവാദിത്തം പാലിക്കുക മാത്രമാണ് ചെയ്തുള്ളതെന്നുമാണ് ഗവർണറുടെ വിശദീകരണം. വിമാനത്താവളത്തിലേക്കും പുറപ്പെടുന്നതിന് മുൻപ് മാധ്യമങ്ങളെ കണ്ട ഗവർണർ മലയാളത്തിൽ യാത്ര പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത്. അതേസമയം മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഗവർണറെ കാണാൻ എത്തിയില്ല. എന്നാൽ ഇതുപോലും ഗവർണർ മടക്കയാത്രയിൽ ചർച്ചയാക്കിയില്ല. എന്റെ കാലാവധി തീർന്നു, പക്ഷേ ബന്ധം തുടരും. കേരളവുമായി എനിക്ക് ആജീവനാന്ത ബന്ധമായിരിക്കും. കേരള ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ ഓർമ്മകളുമായാണ് പോകുന്നത്. നിങ്ങളെല്ലാം ഞാൻ എന്നും ഓർക്കും. കേരളത്തിലെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നാണ് ഗവർണർ പറഞ്ഞത്. ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർ ഉദ്യോഗസ്ഥർ രാജ്ഭവനിലെത്തി ഗവർണറെ യാത്രയാക്കി. സർവകലാശാല വിഷയത്തിൽ ഒഴികെ സർക്കാരുമായി ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ജസ്റ്റിസ് സദാശിവവുമായി തന്നെ താരതമ്യപ്പെടുത്തേണ്ടതില്ല. രണ്ട് പ്രവർത്തന ശൈലിയാണ് രണ്ടുപേർക്കും. മുഖ്യമന്ത്രി മന്ത്രിമാരും യാത്രയയപ്പിന് എത്താത്തതിനെക്കുറിച്ചും ഗവർണർ മറുപടി നൽകി. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്ന് ദുഃഖാചരണമായതിനാലാണ് ഔദ്യോഗിക യാത്രയയപ്പില്ലാത്തത്. എന്നാൽ അനൗപചാരികമായി മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ എത്താത്തതിനെക്കുറിച്ച് ഈ സമയത്തൊന്നും പറയുന്നില്ലെന്നും നല്ല വാക്കുകൾ പറഞ്ഞ് യാത്രയാക്കണമെന്നും ഗവർണർ പറഞ്ഞു. രാജ്ഭവനിൽ നിന്ന് കാറിൽ പോകുന്നതിനിടെ ഗവർണർക്ക് SFI കാർ ടാറ്റ കാണിച്ചു. പേട്ടയിൽ വെച്ചാണ് SFI പ്രവർത്തകർ ഗവർണർക്ക് നേരെ ടാറ്റ പറഞ്ഞു ബൈ പറഞ്ഞു വിട്ടത്. പേട്ടയിൽ വെച്ചാണ് SFI പ്രവർത്തകർ ഗവർണർക്ക് നേരെ ടാറ്റ പറഞ്ഞത്. ഉച്ചയ്ക്ക് 12 മണിക്ക് വിമാനാർക്കും കൊച്ചിയിലേക്കും അവിടെ നിന്ന് ഡൽഹിയിലേക്കുമാണ് ഗവർണർ പോവുക. അതേസമയം മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്നുള്ള ദുഃഖാചരണത്തിന്റെ ഭാഗമായി രാജ്ഭവനിൽ നിന്നുള്ള യാത്രയയപ്പ് പരിപാടിയും റദ്ദാക്കിയിരുന്നു. ജനുവരി 2-ാം തീയതി ബീഹാർ ഗവർണറായി അദ്ദേഹം ചുമതലയേൽക്കും. മടങ്ങുന്നതിന് മുന്നോടിയായി ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനും അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരും രാജ്ഭവനിലെത്തി ഉപഹാരം സമ്മാനിച്ചിരുന്നു. അതേസമയം കേരള ഗവർണറായി പുതുതായി നിയമിക്കപ്പെട്ട രാജേന്ദ്ര അർലേക്കർ ജനുവരി 1-ന് കേരളത്തിലെത്തും. 2-ന് അദ്ദേഹം രാജ്ഭവനിലെത്തി ചുമതലയേൽക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും സർക്കാരുമായി നീണ്ട ഒരു യുദ്ധത്തിലായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് സർവകലാശാലയുമായി ബന്ധപ്പെട്ട് പല തീരുമാനങ്ങളിലും ഗവർണർക്ക് പിണറായി വിജയനെ വെറുപ്പിക്കേണ്ടി വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്ന വീഴ്ചകൾ കൃത്യമായി ചൂണ്ടിക്കാട്ടുകയും ഇരകൾക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് ഗവർണർ സ്വീകരിച്ചത് എന്ന കാര്യം സംശയമില്ലെങ്കിൽ പോലും ഭരണപരമായ കാര്യങ്ങളിൽ ചിലപ്പോൾ ഗവർണർ കടന്നു കയറിയത് പലപ്പോഴും കോടതിയിൽ നിന്ന് തന്നെ വിമർശനം ഏൽക്കേണ്ടി ഒരു കാര്യമുണ്ടായിരുന്നു. ഈ ഗവർണറുടെ ഭരണകാലത്ത് മുഴുവൻ SFI കാരായിരുന്നു പ്രതിപക്ഷത്തിരുന്നത് എന്നുകൂടി പറയേണ്ടി വരും. ഗവർണർ എപ്പോഴൊക്കെ സർവകലാശാല എത്തിയിട്ടുണ്ടോ അപ്പോഴൊക്കെ ഗവർണറുടെ പ്രതിഷേധം SFIയുടെ പ്രതിഷേധം ഗവർണർ കാണേണ്ടി വന്നിട്ടുണ്ട്. മാത്രമല്ല സംഘീയ ചാൻസലർ ഗോ ബാക്ക് എന്ന തരത്തിലുള്ള ബാനർ ഉൾപ്പെടെ SFI വിവിധ ക്യാമ്പുകളിൽ ഉയർത്തിയാണ് രാജ്ഭവനിൽ അടക്കമുള്ള പ്രതിഷേധ മാർച്ചുകൾ നടത്തിയാണ് SFI ഗവർണറെ എതിർത്തിരുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. എന്തായാലും ഗവർണർ യാത്രയാകുകയാണ്. പുതിയ ഗവർണർ വരുന്നുണ്ട്. ഇതിനേക്കാൾ എന്തോ വലുത് വരാനിരിക്കുന്നു എന്നാണ് ഇപ്പോൾ തന്നെ ആശങ്ക വളർന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ ഗവർണർ എത്തുമ്പോൾ അറിയാം എന്താണ് അദ്ദേഹം സ്വീകരിക്കാൻ പോകുന്ന മാർഗം എന്നുള്ളത്.